ജനഗണമന എന്ന സിനിമയും ആ സിനിമ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളവും സിനിമാ പ്രേമികൾ മറന്നിട്ടുണ്ടാകില്ല. കേരളത്തിൽ മാത്രമല്ല മറുഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്തപ്പോഴും അവിടെയെല്ലാം വമ്പൻ ഹിറ്റായി സിനിമ മാറി. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ തന്നെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ നൽകിയിരുന്ന സൂചന. അതുകൊണ്ട് തന്നെ സിനിമയുടെ രണ്ടാം ഭാഗം പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സിനിമയ്ക്ക് അത്തരമൊരു രണ്ടാം ഭാഗം ഇല്ലെന്ന് പറയുകയാണ് സിനിമയുടെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരാജ് വെഞ്ഞാറമൂട്. താരത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഇഡിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടന്റെ പ്രതികരണം. സെക്കൻഡ് പാർട്ട് എന്നൊന്നും പറയല്ലേ, ജനഗണമനയുടെ രണ്ടാം ഭാഗം വെറുതെ ലിസ്റ്റിൽ കയറി തള്ളിയതാണ്, അല്ലാതെ സെക്കൻഡ് പാർട്ട് ഒന്നും അവർ ആലോചിച്ചിട്ടേ ഇല്ല. ആ സിനിമയുടെ പല പോർഷനും പുറത്ത് ട്രെയിലറായും ടീസറായും ഒന്നും വിടാൻ പറ്റില്ല. പൃഥ്വിയുടെ ലുക്കും പുറത്ത് വിടാൻ പറ്റില്ല. എന്റെ ഒരു പാട്ട് മാത്രം പുറത്തു വിട്ടു. ഒരു ഉള്ളടക്കവും അതിൽ നിന്ന് പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബോംബ് സ്ഫോടനം ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. ഇത് കണ്ട് സെക്കൻഡ് പാർട്ട് എന്ന് ആരൊക്കെയോ തള്ളിയപ്പോൾ അവരും കൂടെ അങ്ങ് തള്ളി എന്ന് മാത്രം. ഒരുപക്ഷെ രണ്ടാം ഭാഗം എഴുതാൻ അവർ തയ്യാറാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ലിസ്റ്റിനും തയ്യാറാണ്, അഭിനയിക്കാൻ ഞാനും റെഡിയാണ് എന്നാണ് സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞത്. ജനഗണമന 2 കുറിച്ച് മലയാളി ഫ്രം ഇന്ത്യ എന്ന തന്റെ ചിത്രത്തിന്റെ പ്രൊമോഷണൽ സമയത്ത് സംവിധായകൻ ഡിജോ ജോസ് ആന്റണി പറഞ്ഞിരുന്നു, ജനഗണമനയുടെ വിജയം തങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകിയതെന്നും അതിനാൽ തന്നെ രണ്ടാം ഭാഗം സൂക്ഷിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണെന്നും. എന്തായാലും രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് ഇതോടെ ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്.